എന്നത്തെയും പോലെ ഇന്നും എൻ്റെ ഒരു കാർഡ്ബോർഡ് വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ കാർഡ്ബോർഡ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ആദ്യം തന്നെ കാർഡ്ബോർഡ് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന കാർഡ്ബോർഡിലോട്ട് വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ പീസിലും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാ പീസിലും വൈറ്റ് കളർ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിലെ പെയിൻ്റ് എല്ലാം ഒന്ന് ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് റെഡ് കളർ പെയിന്റ് എടുക്കാം. അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത കാർഡ്ബോർഡിലോട്ട് നമുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് എടുത്തിരുന്നു കേട്ടോ. പിന്നെ റൗണ്ട് ഷേപ്പിന്റെ പകുതിയായിട്ടുള്ള ഒരു ഭാഗത്തുകൂടി ഞാൻ റെഡ് കളർ അടിച്ചെടുത്തു. ഇനി നമുക്ക് ബ്ലാക്ക് കളർ വേണം. ബ്ലാക്ക് കളർ നമുക്ക് ആ റൗണ്ട് ഷേപ്പിന്റെ പകുതിയായിട്ടുള്ള മറ്റൊരു പീസ് ഉണ്ടല്ലോ, അതിലും കൂടെ ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ആ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ബ്ലാക്ക് ഫുള്ളായിട്ട് കൊടുക്കണ്ട. ഇത് കണ്ടോ, സൈഡിൽ ഒരു മാർജിൻ വരുന്ന പോലെ സെൻറ്ററിൽ മാത്രമായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തിട്ടുള്ള പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ഡിസൈൻ വരച്ചു കൊടുക്കണം. ഞാൻ ഈ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് പേൾ മെറ്റാലിക്കിൻ്റെ സിൽവർ കളറാണ്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പേൾ മെറ്റാലിക്കിൻ്റെ പെയിൻറ് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് ആയിരിക്കും കേട്ടോ. കാണാൻ നല്ല തിളക്കം ഉണ്ടായിരിക്കും, എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ നോക്കൂ, ഞാൻ ആ സ്ക്വയറിലും കൂടെ ഇതുപോലൊരു ഡിസൈൻ ചുമ്മാ ആ ഒരു നടുക്കൊരു ഡോട്ട് ഇട്ടു എന്നിട്ട് ആരോ പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ രണ്ട് സൈഡിലോട്ടും അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അങ്ങനെ ആ ഡിസൈനും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ത്രികോണത്തിലുള്ള പീസിലും കൂടെ ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു റെഡ് കളർ ത്രെഡിലോട്ട് അതെല്ലാം ഇങ്ങനെ കോർത്ത് കെട്ടി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.